Hello students, today we are going to discuss about trial balances method 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നതിന് ശേഷം ഒരു ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. നമുക്ക് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ലെഡ്ജറിലെ ഓപ്പണിംഗ് ബാലൻസസ് തന്നതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ അതിലെ അഡ്ജസ്റ്റ്മെന്റും തന്നതിന് ശേഷം എങ്ങനെ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് ഓഫ് വികാസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രിപ്പയർ ട്രയൽ ബാലൻസസ് ആസ് ഓൺ 31st March 2023. അപ്പം നമുക്ക് അവിടെ കുറച്ച് ബാലൻസസ്, ഓപ്പണിംഗ് ബാലൻസസ്, ലെഡ്ജർ ബാലൻസ് തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലെ നമുക്ക് ഡേറ്റ് ആദ്യം നോക്കാം. 2023 മാർച്ച് 2023 അല്ലേ. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഏപ്രിൽ 2022 വെച്ചിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഇവിടുന്ന് ക്രിയേറ്റ് കമ്പനി നമ്മൾ എടുത്തു. നമുക്കിവിടെ വികാസ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്പനീന്റെ പേര് കൊടുക്കാം. സ്റ്റേറ്റ് കൊടുത്തു കേരള. അതിനുശേഷം ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം 1st April 2022 സെയിം തന്നെ താഴെയും കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ്? ഷോ മോർ ഫീച്ചേഴ്സ് എന്നുള്ളത് ഇവിടെ യെസ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് വേണം? മെയിൻറ്റെയിൻ ഇൻവെന്ററി. നമുക്ക് കോസ്റ്റ് സെന്റർ ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ മെയിൻറ്റെയിൻ ഇൻവെന്ററി എന്ത് ചെയ്യണം? നോ എന്നുള്ള ഫീച്ചർ ആക്കിയതിന് ശേഷം സേവ് ചെയ്തു. ഇനി അതിനുശേഷം എന്താണ്? ബാക്കിയുള്ള കമ്പനീസിന് ഷട്ട് ചെയ്യാം. F3 തന്നെ എടുത്തു. അതിനുശേഷം ഷട്ട് കമ്പനി സെലക്ട് ചെയ്തു. ഇവിടെ ട്രയൽ ബാലൻസ് എന്നുള്ളൊരു കമ്പനി ഓൾറെഡി ആരോ ചെയ്ത് വെച്ചതാണ്, ഷട്ട് ചെയ്തു. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? പീരീഡ് ചേഞ്ച് ചെയ്യണം അല്ലെ. ഓൾട്ട് F2 അടിച്ചതിന് ശേഷം 1st April 2022 മുതൽ 31st March 2023 ഇതാണ് നമ്മളുടെ പീരീഡ്. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു, പീരീഡ് ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് ലെഡ്ജറിൽ അതിന് ഓപ്പണിംഗ് ബാലൻസസ് തന്നതുകൊണ്ട് പിന്നെ അതിനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റും തന്നിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? ലെഡ്ജർ എടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു, ദെൻ ലെഡ്ജർ എടുത്തു. ഓക്കെ, അതിന് ലെഡ്ജറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം വരുന്നത് എന്താണ്? പർച്ചേസസ് ആണ് അല്ലെ. പർച്ചേസസ് അണ്ടർ ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട്. താഴെ നിങ്ങൾ ഒരു ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഒരു കോളം കാണുന്നുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 19,000 ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് കൊടുക്കേണ്ടത്. തൊട്ടപ്പുറത്ത് തന്നെ ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ DR എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 3 ഐറ്റത്തിന് മാത്രമേ നമ്മൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഞാൻ ലാസ്റ്റ് പറയാം. ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മുകളിൽ ഇവിടെ എന്താണ്? ഇവിടെ 19,000 എന്നുള്ള ഒരു ബാലൻസ് വന്നത് കണ്ടോ? ഓക്കെ, എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് അവിടെ ബാലൻസസ് ആയിട്ട് മാറി വരും. നെക്സ്റ്റ് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എന്താണ്? സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ് നമ്മളുടെ അണ്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ലാസ്റ്റ് എത്ര എമൗണ്ട് വരുന്നത്? 4,000 എമൗണ്ട് വന്നു. അതും നമ്മൾ എന്താണ്? ബാലൻസ് സേവ് ചെയ്തു. നെക്സ്റ്റ് ബാങ്ക് ബാലൻസ് ആണ്. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. ലാസ്റ്റ് എമൗണ്ട് കോളം 3,000 ആണ് വരുന്നത്. ഓക്കെ, സേവ് ചെയ്തു. നെക്സ്റ്റ് ക്യാരേജ് ഇൻവേർഡ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ സേവ് ചെയ്തു. അതിന് ലാസ്റ്റ് എന്താണ്? എമൗണ്ട് കൊടുക്കണം അല്ലെ. ക്യാരേജ് ഇൻവേർഡ് 300 ആണ് വരുന്നത്. സേവ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? സാലറി വരുന്നുണ്ട്. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് എമൗണ്ട് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 400 എമൗണ്ട് വരുന്നത് അല്ലെ. നെക്സ്റ്റ് എന്താണ് വരുന്നത്? റെന്റ് ആൻഡ് ടാക്സ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. 900 എമൗണ്ട് വന്നു. നമ്മളിങ്ങനെ ഓരോന്ന് എൻ്റർ അടിക്കുന്നതിന് ഇവിടെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സെയിൽസ് അക്കൗണ്ട് ആണ്. 29,000. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ക്യാപിറ്റൽ അണ്ടർ ഗ്രൂപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട്. താഴെ എമൗണ്ട് കൊടുക്കുക 20,000. ഓക്കെ, സേവ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി
ഡെപ്റ്റേഴ്സ്. അണ്ടർ ഗ്രൂപ്പ് സൺട്രി ഡെപ്റ്റേഴ്സ് തന്നെയാണ്. ലാസ്റ്റ് നമ്മൾ എത്രയാണ് എമൗണ്ട് കൊടുക്കേണ്ടത്? അതിന് സൺട്രി ഡെപ്റ്റേഴ്സിന് 5400 കൊടുത്തു. ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, സേവ് ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് ആണ് എന്ത് ഡ്രോയിങ്സ് വരുന്നത് അല്ലെ. ഡ്രോയിങ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡ്രോയിങ്സ് അണ്ടർ ഗ്രൂപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റലിൽ സാധാരണ ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലെ. നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ആക്കിയിട്ട് മാറ്റി കൊടുക്കണം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? മെഷീനറി ആണ്. മെഷീനറി അണ്ടർ ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റ് ആണ്. എമൗണ്ട് വരുന്നത് മെഷീനറി 7000 എമൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് അണ്ടർ ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. എമൗണ്ട് വരുന്നത് 2800 വരും. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ടാണ് നമ്മളുടെ വേജസ് എന്ന് പറയുന്നത്. ഓക്കെ. വേജസ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എമൗണ്ട് എത്ര വരുന്നത്? 10,000 അല്ലേ. നമുക്ക് ഇവിടെ എത്ര ഡിഫറൻസസ് ആയിട്ടും വരുന്നത്? 10,000 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ലാസ്റ്റിലത്തെ ഇവിടെ 10,000 അടിച്ചതിന് ശേഷം അവിടെ നമുക്ക് ഡിഫറൻസസ് 0 ആയിട്ട് കാണാം. രണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിട്ട് നമുക്ക് അവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രോയിങ്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴെയുള്ള ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് എന്നുള്ളത് ഡെബിറ്റ് ആക്കിയിട്ട് മാറ്റി കൊടുക്കണം. അതേപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ അല്ലെ. പർച്ചേസ് റിട്ടേൺ, പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് CR എന്ന് പറഞ്ഞിട്ട് ആക്കി കൊടുക്കണം. അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആക്കി കൊടുക്കണം. അതായത് ഡ്രോയിങ്സ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് അല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്താ DR എന്നാണെങ്കിൽ CR ആയി കൊടുക്കുക, CR ആണെങ്കിൽ DR ആയി കൊടുക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ഈ ലെഡ്ജർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ചില സമയങ്ങളിൽ ഇവിടെ ക്യാഷ് എത്രയെങ്കിലും എമൗണ്ട് തന്നിട്ടുണ്ടാകും. അഥവാ ക്യാഷ് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റിൽ തന്നിട്ടില്ല. ഏതെങ്കിലും ക്വസ്റ്റിൽ ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഇവിടെ ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾട്ടറേഷൻ മോഡിൽ എടുത്തതിന് ശേഷം ലെഡ്ജർ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണ് അവിടെയുള്ള ക്യാഷ് സെലക്ട് ചെയ്യുക. ദെൻ താഴെ ബാലൻസ് കൊടുത്താൽ മതി. ഓക്കെ. ഇതാണ് നമ്മളുടെ ലെഡ്ജറിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്ന രീതി. ഇനി നെക്സ്റ്റ് നമുക്ക് താഴെ വരുന്ന കാര്യം എന്താണ്? അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാ? വേജസ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വേജസ് പ്രീപെയ്ഡ്, പ്രൊവൈഡ് 10% ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കിനി അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിന്റെ മാത്രമേ നമുക്ക് വൗച്ചർ എൻട്രി ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ വൗച്ചേഴ്സിലേക്ക് പോവാം. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് എന്തെങ്കിലും ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാ ചെയ്യാന്നറിയാവോ? ജേർണലിലാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ വൗച്ചർ എൻട്രി എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒറ്റൊരു എമൗണ്ട് കോളം മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ചേഞ്ച് മോഡ് പോയിട്ട് ഡബിൾ എൻട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? ജേർണലല്ലേ, F7 ജേർണൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തു. വേജസ് പ്രീപെയ്ഡ് മുൻകൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. വേജസ് പ്രീപെയ്ഡും വരാം, അതുപോലെ തന്നെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങും വരാം. പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ഓക്കെ. വേജസ് എന്ന് പറയുമ്പോൾ പ്രീപെയ്ഡ് ആണ്, കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത് അല്ലെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേജസിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ വേജസ് പ്രീപെയ്ഡ് വേജസ് അക്കൗണ്ട് അറ്റ് ടു വേജസ് എന്നാണ് എൻട്രി വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബൈ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ പ്രീപെയ്ഡ് വേജസ്. പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കറണ്ട് അസറ്റ് ആണ് അല്ലെ. പ്രീപെയ്ഡ് കറണ്ട് അസറ്റ് ആണ്. ഇവിടെ നമുക്ക് എമൗണ്ട് താഴെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സേവ് ചെയ്യുക. ഇവിടെയാണ് എമൗണ്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഡെബിറ്റ് കോളത്തിൽ എമൗണ്ട് കൊടുക്കുക. ബൈ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് 2 ആക്കി കൊടുത്താൽ മതി. ബൈ എന്നുള്ളത് 2 ആക്കി കൊടുത്തതിന് ശേഷം വേജസ്. ഓക്കെ. പ്രീപെയ്ഡ് വേജസ് അക്കൗണ്ട് അറ്റ് ടു വേജസ്. ഓക്കെ അല്ലേ. അതിനുശേഷം സേവ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പ്രൊവൈഡ് 10% ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ആണ്. മെഷീനറിന്റെ മുകളിൽ 10% ഡിപ്രീസിയേഷൻ. എന്താ എൻട്രി എന്താ വരിക? ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി അക്കൗണ്ട് അപ് ടു മെഷീനറി എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ക്രിയേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ അതിനെയും ക്രിയേറ്റ് ചെയ്യേണ്ടത്. സേവ് ചെയ്തു. എമൗണ്ട് എത്രയാണ് വരുന്നത്? നമുക്ക് അവിടെ 10% എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ മെഷീനറി എത്രയാണ് വരുന്നത്? 7000 അല്ലേ. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്കറിയാം, അതിന്റെ കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാം. അഥവാ വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരു എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ Ctrl N താഴെ
കൺട്രോൾ N അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റർ ഏരിയ ഓൺ ആകും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 7000 അല്ലെ, മെഷീനറിന്റെ എമൗണ്ട് എത്രയാണ്? 7000 ആണ്. 7000ന്റെ 10%, 10 ഡിവൈഡ് ബൈ 100 ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്രയാണ്? 700 ആണ് നമുക്ക് അവിടെ ബാലൻസ് ആയിട്ട് വരുന്നത്. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 700 അടിച്ചു ടു മെഷീനറി അല്ലെ, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി അക്കൗണ്ട് ടു മെഷീനറി, അത് നമ്മൾ സേവ് ചെയ്തു. നെക്സ്റ്റ് എന്താണ് വരുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആൻഡ് ടാക്സസ് ആണ്. എന്താ എൻട്രി എന്താ വരിക? റെന്റ് ആൻഡ് ടാക്സസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിങ് അല്ലെ. അപ്പൊ നമുക്ക് റെന്റ് ആൻഡ് ടാക്സസ് ആദ്യം എമൗണ്ട് നോക്കാം. എത്ര എമൗണ്ട് വരുന്നത്? 100 രൂപയാണ് വരുന്നത്. ടു ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആൻഡ് ടാക്സസ് ക്രിയേറ്റ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആൻഡ് ടാക്സ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. എമൗണ്ട് കൊടുത്തു, സേവ് ചെയ്തു. ലാസ്റ്റ് വരുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് 1200 അല്ലെ. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ക്യാഷിന്റെ ഓൾട്ടറേഷൻ മോഡിൽ ബാലൻസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്തത്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൊടുക്കേണ്ടത്. ഇവിടെ ഓൾട്ടറേഷൻ മോഡ് എടുക്കുക, അതിനുശേഷം ലെഡ്ജർ എടുത്തു, ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടോ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 31 മാർച്ച് കൊടുക്കുക. എമൗണ്ട് എത്രയാണ്? 1200. ഇതാണ് നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൾട്ടറേഷൻ മോഡിൽ എടുത്തിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്കിന് വാല്യൂ കൊടുക്കുക കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ചെയ്തതിനു ശേഷം ആൻസർ നമുക്ക് എന്താ കാണേണ്ടത്? ട്രയൽ ബാലൻസ് അല്ലേ കാണിക്കാൻ വേണ്ടി പറയുന്നത്. നേരെ എന്ത് ചെയ്യുക? ഡിസ്പ്ലേയിൽ മോർ റിപ്പോർട്ട് എടുക്കുക, അതിനുശേഷം ട്രയൽ ബാലൻസ് എടുക്കുക. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് Alt F1 പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഫംഗ്ഷൻ Alt F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. ഇതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ട്രയൽ ബാലൻസ്. ലെഡ്ജർ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ലെഡ്ജറിലുള്ള എമൗണ്ട് തന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ.